അമേത്തി റായ്ബറേലി മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ മണിക്കൂറുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്നാലും സ്ഥാനാർത്ഥികളെ കോൺഗ്രസിന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉത്തർപ്രദേശിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. പ്രിയങ്ക ഗാന്ധി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് അറിയിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. നെടുങ്ങാടി ബൽറാം ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം നെടുങ്ങാടി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ കുറച്ച് ദിവസങ്ങളായി പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പിന്നാലെ നടക്കുന്ന ഒരു ദേശീയ കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും മത്സരിക്കണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം രാഹുൽ ഗാന്ധി എടുത്തിട്ടില്ല. പ്രിയങ്ക ഗാന്ധിക്ക് താല്പര്യവുമില്ല. എന്താണ് കോൺഗ്രസിൻ്റെ അവസ്ഥ? ഗുഡ് മോർണിംഗ് എസ്കേൻ. എല്ലാ കാര്യത്തിലും സസ്പെൻസ് അവസാന നിമിഷം വരെ തുടരുന്ന കോൺഗ്രസിന്റെ ശൈലി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലും കോൺഗ്രസ് തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമേഠി റായ്ബറേലി മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കണമെന്ന ആവശ്യം സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റി മാസങ്ങൾക്ക് മുൻപേ തന്നെ ഉന്നയിച്ചതാണ്. എന്നാൽ ഇപ്പോഴും തീരുമാനം ആയിട്ടില്ല. പ്രിയങ്ക ഗാന്ധി ഇത്തവണ മത്സരിക്കാനില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് നിലവിൽ തന്നെ കോൺഗ്രസിന്റെ കുടുംബ വാഴ്ച എന്നുള്ളത് BJP പ്രചരണായുധമാക്കുന്നു. പ്രിയങ്ക കൂടി മത്സരിക്കാൻ ഇറങ്ങിയാൽ നിലവിൽ രാജ്യസഭയിൽ നിന്നും സോണിയാഗാന്ധിയും കൂടാതെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പാർലമെന്റിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അത് ഈ BJPയുടെ ആരോപണങ്ങൾക്ക് ശക്തി പകരും. അതുകൊണ്ട് മത്സരിക്കാനില്ല എന്ന് വ്യക്തമാക്കി. തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ പേര് അമേഠി റായ്ബറേലി എന്നീ രണ്ട് മണ്ഡലങ്ങളിലും പരിഗണിക്കപ്പെട്ടിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വൈകാരികമായ ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ തീരുമാനമെടുക്കുന്നത് വൈകാൻ കാരണമായിരിക്കുന്നത് എന്നാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ മത്സരിക്കുകയും അത് ഒപ്പം തന്നെ വയനാട്ടിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. രണ്ടിടങ്ങളിലും വിജയിച്ചു കഴിഞ്ഞാൽ ഏത് നിലനിർത്തണം ഏത് ഒഴിവാക്കണം എന്നുള്ള ആശയക്കുഴപ്പം അദ്ദേഹത്തിനുണ്ട്. കാരണം കേരളത്തിലെ വയനാട് സീറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ അത് 2026 കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കും. രാഹുൽ വയനാട് മണ്ഡലം ഉപേക്ഷിച്ച് ഉത്തരേന്ത്യൻ മേഖലയിലെ ഒരു മണ്ഡലം നിലനിർത്തുകയാണെങ്കിൽ, മറിച്ച് ഈ നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത മണ്ഡലങ്ങളായ അമേഠിയും റായ്ബറേലിയും വിജയിച്ചു കഴിഞ്ഞാൽ ഒഴിവാക്കുന്നതും വൈകാരിക പ്രശ്നമുണ്ട്. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ ചില നേതാക്കൾ രാഹുലിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് റായ്ബറേലിയിൽ മത്സരിക്കുക, അങ്ങനെയെങ്കിൽ മാതാവിന്റെ മണ്ഡലം എന്ന വൈകാരികമായ അടുപ്പം ആ മണ്ഡലത്തിലുണ്ട് എന്ന കാരണം ജനങ്ങൾക്ക് വിശദീകരണം അത്തരത്തിൽ നൽകാം എന്നുള്ളതാണ്. എന്തായാലും രാഹുൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. ഇന്ന് തീരുമാനം എടുക്കേണ്ടതുണ്ട്. ഉടൻ തന്നെ ഏത് നിമിഷവും ആ തീരുമാനവും പ്രഖ്യാപനവും ഉണ്ടാവും. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനായ കിഷോർലാൽ ശർമ്മ അമേഠി മണ്ഡലത്തിലും മത്സരിക്കുമെന്നാണ് നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സൂചന. നെടുങ്ങാടി യൂസഫ് NC അയച്ചൊരു സന്ദേശം. AC വണ്ടിയിൽ വന്ന് AC ഹാളിൽ യോഗം ചേർന്ന് AC ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പിരിയുന്നവർ നടത്തുന്ന ഉഷ്ണതരംഗ അവലോകന യോഗം അവർക്ക് ഷീറ്റിൻ്റെ അടിയിൽ കഴിയുന്ന പാവങ്ങളുടെ മനസ്സ് മനസ്സിലാകുമോ എന്നാണ് ചോദിക്കുന്നത്. യൂസഫ്, നമുക്കത് ഇപ്പം ആരെങ്കിലും ഒരാൾ AC ഉപയോഗിച്ചു എന്നതിൻ്റെ പേരിൽ ഇപ്പം നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുമോ?